കണ്ണനച്ചു കിച്ചൻ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിത് ചെയ്യാൻ പോണ വീഡിയോ എന്നാന്ന് അറിയാമോ? ഒരു മൂന്ന് മാസം മുമ്പ് നമ്മൾ കുടിക്കാവുന്ന അത് മട്ടിയല്ല ചെങ്കല്ലിൻ്റെ കുളപ്പാറയുടെ മുകളിൽ നിന്ന് ഒരു തടി മേടിച്ചിരുന്നു. അപ്പോൾ നമ്മളിന്ന് അത് കട്ട് ചെയ്ത് മില്ലിൽ കൊണ്ട് അർപ്പിക്കാൻ പോവാം. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തടി ചീമപ്പാറയുടെ മുകളിൽ നിന്ന് നല്ല കാതലുണ്ടാവും. അതുപോലെ തടിയുടെ ഇനം കണ്ടിട്ട് നല്ല വരുത്തുള്ള തടിയാണ്, പിരിഞ്ഞിട്ടില്ലാത്ത നല്ല നേർവരുത്തുള്ള തടിയാണെന്നൊക്കെ നമ്മളന്ന് പറഞ്ഞ് തടി എടുത്തത് എന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്ത് മേടിച്ചിട്ടിരുന്ന് കട്ട് ചെയ്ത് നമ്മളൊന്ന് അർപ്പിക്കാൻ കൊണ്ടുപോകാം. അപ്പോൾ ആ ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്യാൻ പോണത്. നമ്മൾ തടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരിയാണോ, നമ്മൾ പറഞ്ഞ കാര്യം കറക്റ്റാണെന്ന് അറിയാനുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തടി എടുക്കുമ്പോൾ പാർട്ടീനെ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് തടി എടുത്ത് കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം കറക്റ്റായി അവർക്ക് ബോധ്യപ്പെടണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണം. അതായത് നല്ല തടിയാണ് നമ്മൾ പാർട്ടിക്ക് എടുത്ത് കൊടുത്തതെന്ന് അറിയണമെങ്കിൽ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് അർപ്പിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ തടി എടുത്തപ്പോൾ പറഞ്ഞിരുന്നത് നേർവരുത്തുള്ള തടിയാണ്, നല്ല ഇനം തടിയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. നല്ല കാതലുണ്ടാകും, വെള്ള കുറവായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ തടി എടുത്തത്. അപ്പോൾ നമ്മളൊന്ന് മുറിച്ചതേ നോക്കിക്കോ, ഉണ്ടോ വെള്ള തൊലിയും വെള്ളയുടെയും കൂടി 1/2 ഇഞ്ചേ ഉള്ളൂ. കണ്ടോ, ഇത് ഏകദേശം 40 ഇഞ്ച് വണ്ണം ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വിലക്കാണ് നമ്മൾ മേടിച്ചേക്കണം. 50 ഇഞ്ചിൻ്റെ അടുത്ത് ഏതെങ്കിലും കടക്കഷ്ണത്തിൽ ഉണ്ടാവും. അത് കണ്ടോ, ഇങ്ങനെയാണ് തടിയിരിക്കുന്നത്. നമ്മളൊരു തടി എടുക്കുമ്പോൾ നമുക്ക് അതായത് നല്ല കാതലുള്ള തടിയാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ. തടിയൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്, നല്ല കാതലാണ്. അതായത് കടക്കഷ്ണത്തിന് 50 ഇഞ്ച് കറക്റ്റ് 50 ഇഞ്ച് വന്നുള്ളൂ കേട്ടോ. നമ്മൾ 50ൻ്റെ വില കൊടുത്തിട്ടില്ല, എന്നാലും നല്ലൊരു തടിയാണ്, നല്ല നേർവരത്തുള്ളൊരു കഷ്ണമാണ് കേട്ടോ. നമ്മളിനി മില്ലിൽ ചെന്ന് അർപ്പിക്കുമ്പോൾ അറിയാം ഇത് പൊട്ടിപ്പോകുമോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. നമ്മൾ അറുത്ത് വരുമ്പോൾ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നേർവരത്തുള്ള തടി പെട്ടെന്ന് വിണ്ട് കീറിയാണ് പോകും. അപ്പോൾ ഫസ്റ്റിലെ തടി കയറ്റി വെച്ചേക്കാം കേട്ടോ. ചിലപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്നും ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തടി ഞാൻ ഒറ്റയ്ക്കുള്ളൂ, തടി അറുത്ത് നമ്മൾ അപ്പുറത്തെ റീസോളിൽ കൊണ്ടുവച്ച് അറക്കുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനുള്ളൊരു ഇത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കണ്ടോ, ഇപ്പം ഇങ്ങനെ ഇത് അറുത്തിട്ട് തന്നെ നമുക്ക് 1/2 ഇഞ്ച് വെള്ളയാണ് കാണിക്കുന്നുള്ളൂ. മൊത്തത്തിൽ തൊലിയും കൂടെയും വെള്ളയും കൂട്ടി 1 ഇഞ്ച് കനാണ് കാണിക്കുന്നത് കേട്ടോ. അത് നല്ല അടിപൊളി തടിയാണ്. നമ്മൾ പാർട്ടിക്ക് നമ്മൾ തടി എടുത്ത് കൊടുക്കുമ്പോൾ ഇതുപോലത്തെ കുടിക്കാൻ നല്ല ഇനം നോക്കിയെടുക്കണം. എന്നാലാണ് തടി വെട്ടുമ്പോഴും ശ്രദ്ധിക്കണം. തടി തല്ലി അരച്ച് വീണാൽ തടിക്ക് പൊട്ട് വീഴാൻ സാധ്യതയുണ്ട്. അതായത് നേർവരത്തായതുകൊണ്ട് കീറി അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഉണ്ടോ, ഇതുണ്ടോ കീറി പോയിക്കണോ, ഇതുപോലെ തടി കീറി പോകും. അതാണ് ഈ തടിയുടെ പ്രത്യേകത. നേർവരത്താണ്, നല്ല നേർവരത്താണ്. ഇതാണ് ഞാൻ പറഞ്ഞ തടിയുടെ നേർവരത്തുള്ള തടിയാണ്, പിരിച്ചിലില്ലാത്ത തടിയാണ്, നല്ല തടിയാണ്. തടി ഇങ്ങനെ പൊട്ടു വീണാൽ നമുക്ക് ഉരുപ്പിടി ഇച്ചിരി കുറവായിരിക്കും. എന്ന് വെച്ചാൽ 2 പീസ് നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ എണ്ണം ഉദ്ദേശിക്കണമാതിരി നമുക്ക് എണ്ണം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ തടി മേടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, പുതുമണ്ണിനകത്ത് നിൽക്കുമാരുള്ള തടി മേടിക്കരുത്. ചതപ്പ് സ്ഥലത്ത് നിൽക്കുന്ന തടി ഒരിക്കലും മേടിക്കരുത്. നല്ല ഉറപ്പുള്ള പാറയുടെ അടുത്ത് പാറപ്പുറത്ത് കുറച്ച് മണ്ണ് നിൽക്കുന്നുണ്ടെങ്കിൽ മണ്ണിൻ്റെ സൈഡിൽ നിൽക്കുന്ന തടി, അല്ലെങ്കിൽ പാറയുടെ ഇടയ്ക്കായി നിൽക്കുന്ന തടി, അതുപോലെ മട്ടിയുടെ മുകളിൽ നിൽക്കുന്ന തടി, ചീമപ്പാറയുടെ മുകളിൽ നിൽക്കുന്ന തടി, അങ്ങനെയുള്ള തടികൾക്ക് കാതൽ കൂടുതലായിരിക്കും, അതുപോലെ കടുപ്പവും കൂടുതലായിരിക്കും, ഒത്തിരി കംപ്ലൈൻറ്റ് ഇല്ലാത്തൊരു തടിയായിരിക്കും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ഉരുപ്പടി കിട്ടാവുന്ന രീതിയിലുള്ള തടിയായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 60% 70% ഒരു തടി അറുത്ത് കഴിഞ്ഞാൽ ഉരുപ്പടി കിട്ടും. നമുക്ക് 60 അല്ല 70% വരെ നമുക്ക് പരമാവധി തടി നമുക്ക് അതിനകത്ത് കിട്ടും. പരമാവധി നമ്മൾ തടി എടുക്കുമ്പോൾ കുടിക്കാതെ തന്നെ മേടിക്കുക. അല്ലെങ്കിൽ എന്നെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ മില്ലിൽ പോയി തടി എടുത്താൽ ഏത് ഇനത്തിൽപ്പെട്ട തടിയാണെന്നോ അല്ലെങ്കിൽ തടിയുടെ സ്വഭാവം എന്താണെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. തൊലിയൊക്കെ പോയി കിടക്കുന്ന തടിയെന്ന് നമുക്കറിയാൻ പറ്റില്ല. തൊലിയിലാണ് ഏറ്റവും കൂടുതൽ തടിയുടെ ഇനം നമുക്കറിയാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല തടി വെട്ടുന്ന സമയം, അതായത് ഇരുട്ടാണോ ലാവാണോ, ഇരുട്ടത്ത് വെട്ടിയാലാണ് ഏറ്റവും കൂടുതൽ തടിക്ക് കടുപ്പുണ്ടാവുന്ന സമയം. ഇരുട്ട് നോക്കി വെട്ടണം. അതായത് കറുത്ത വാങ്ങുന്ന സമയത്തൊക്കെ തടി വെട്ടിയാലാണ് നമുക്ക് തടിക്ക് കടുപ്പുണ്ടാവുള്ളൂ. പിന്നെ തടി നിൽക്കുന്ന സമയത്ത് നമ്മൾ തടിയിൽ കായഫലം ഉണ്ടാകുന്ന സമയം, അതായത് ഇളവനായി നിൽക്കുന്ന സമയത്ത് തടി വെട്ടിയ തടിക്ക് കടുപ്പുണ്ടാവില്ല. അതായത് തടി ഉണങ്ങി നമ്മൾ അറപ്പിച്ച് ഉണങ്ങി കഴിഞ്ഞാൽ അതായത് തടിക്ക് കടുപ്പം കുറയും ഇളവനാണെങ്കിൽ. അപ്പോൾ അതൊക്കെ നോക്കി വെട്ടണമെങ്കിൽ നമ്മൾ കുടിക്കാതെ ഡയറക്റ്റ് പോയി മേടിച്ച് വെട്ടുകാർക്ക്
ഏറ്റവും നല്ലത്. നമ്മൾ നിൽക്കുന്ന തടി മേടിച്ച് വെട്ടുവാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒപ്പിച്ച് ഇരുട്ട് നോക്കിയും അതുപോലെ കായ്ഫലം ഉണ്ടോ നോക്കിയും തടി നല്ലതാണോ നോക്കിയൊക്കെ വെട്ടാൻ പറ്റും. അപ്പോൾ മില്ലിൽ നിന്ന് തടി എടുക്കുന്ന പരിപാടി പരമാവധി ഒഴിവാക്കുക, കുടിക്കാതെ തന്നെ മേടിക്കുക. ഇതാണ് നമുക്ക് തടിയെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.